ഒരുപാട് സന്തോഷം. ചുളൂൽ ഒരു ഹിറ്റ് കിട്ടി. മാത്രമല്ല, ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് കളഞ്ഞ എന്റെ അങ്ങനെയല്ല സിദ്ദിഖ് എന്താ പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞു നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്ന്. അതിന്റെ കൂടെ ഇത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എന്നെയും ജോണി ചോദിച്ചേട്ടനെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഞാൻ അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. നീ നമ്മുടെ കൂടെ കുറെ പടത്തിന് വിളിക്കുന്നില്ല. അല്ല പിന്നെ ഞാൻ അറിയില്ലായിരുന്നു. കോമഡി പീസാണ് ഇവിടെ. മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക. നേരത്തെ വന്നല്ലോ. വൈകി വരുമെന്ന് അറിയാം. സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല. എന്നാലും ഒരുപാട് സന്തോഷം. ചുളൂൽ ഒരു ഹിറ്റ് കിട്ടി. സാധാരണ ഇങ്ങനെ സിനിമകൾ സംഭവിക്കുന്നത് അത്ഭുതമാണ്. നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും ലിസ്റ്റിനൊക്കെ 80s കിഡ്സ് ആണ് പറഞ്ഞു വരുമ്പോ. നീ കുറച്ച് 90 അല്ലേ, എന്നാലും അടുത്തുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പറിൽ വലിയ ഇന്ന് മുതൽ നാളെ മുതൽ എന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ, തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശിപട്ടണം, മീശമാധവൻ, പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ദിലീപേട്ടന്റെ സിനിമ കാണാൻ, അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത്, അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 150ാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു, അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ, അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. കാരണം ബിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ്. അപ്പം ഈ 150ാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഈ 10 ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോകാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിലുള്ളത് കൊണ്ട് എനിക്കത് പോകണം. അപ്പോ ഞാൻ ബിൻഡോനോട് പറഞ്ഞു, ഞാൻ ഈ കുറച്ച് ദിവസമേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പാതി വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു, ഇത്രയും ദിവസത്തിൽ ഉള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ ഈ പോകേണ്ട തിരക്കിലാണ്, എപ്പോഴും വന്നു കഴിഞ്ഞാൽ പോകണം. അപ്പൊ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ, എടാ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുന്നത്, ചിരിപ്പിക്കാൻ വേണ്ടി. ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്. എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അക്കരയില് അച്ഛനൊരു തൂണും ചാരിന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന സീൻ. പക്ഷെ ഞാൻ അഘോരാത്രം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് എന്നെ ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്ത് വന്നിട്ട് പറയും, എടാ അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ടുകഴിഞ്ഞാൽ ഇവനോട് ചോദിച്ചു. അങ്ങനെ മാറിപ്പോകുന്നതും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മാറി ആലോചിക്കുക, ഇതെന്തിനാണ്. ഷാരിസ് എഴുതി വെച്ചിട്ടുണ്ട്, ബിൻഡോ കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക.
ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും ഇതിനിടയിൽ ഈ ടെൻഷനും കൂടെ എന്തിനാണെന്ന് ഞാൻ ഒരു ദിവസം പറയുന്നത്. നമ്മൾ ഇത്രയും ആത്മാർത്ഥത വേണോ? അപ്പൊ ഇത് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ്, ഇവരുടെ വർക്കിംഗ് അങ്ങനെയാണെന്ന് ഞാൻ. അപ്പൊ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളൊക്കെ പോകുമ്പോ, ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ വരിക, പൈസ വാങ്ങിക്കുക, ജോലി ചെയ്യുക, ജോലിയെ പോവാ, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഞാനൊരു സഹനടൻ, ഹീറോ അല്ല. ഇല്ല, സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷം സിദ്ദിഖ, ദിലീപ്. പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന സിദ്ദിഖും ദിലീപേട്ടനും കൂടെ ചർച്ചയാണ്. എടാ, ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ്, ഇവരുടെ കോമഡി. അപ്പൊ ഞാനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട്. ഷാരിസ് വന്നിട്ട് പറയും, ഇതിലൂടെ അത് വേണ്ട കേട്ടോ. ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് വന്നിട്ട് അത് വേണ്ട കേട്ടോ. ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവാത്ത? കാലം മാറി, അതുകൊണ്ടാണല്ലോ തിയേറ്ററിൽ ജനം ചിരിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ കോമഡി ഇല്ലാത്ത കൃത്യമായി ഞാൻ കാണുന്ന ഇവർ രണ്ടുപേരും. അപ്പൊ എന്നോട് ചോദിക്കുന്നത് നിർത്തി. 2 ദിവസം കഴിഞ്ഞപ്പോ എന്തിനാ വന്നത് പുള്ളിക്ക് മനസ്സിലായി. ഇതിലോട്ട് എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കും തന്നെ മാറിപ്പോകും. പിന്നെ സിദ്ദിഖായിട്ട് ഇവര് ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടന്നു. ഷാരിസ് വരുന്നു, അത് വേണ്ടാന്ന് പറയുന്നു, ഒരു മാറി നിൽക്കുന്നു. അപ്പൊ അഹോരാത്രം അല്ലെങ്കിൽ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഹോരാത്രം ഇവരുടെ പ്ലാനുകളെ പൊടിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ. അവര് വേണമെന്ന് പറഞ്ഞാൽ നീ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഏത് അവര് വേണ്ടെന്ന് പറഞ്ഞത് മാത്രം നീ കേട്ടിട്ടുള്ളൂ. അത് ഡേറ്റിലായിരുന്നു. ഞാൻ മാത്രമല്ല, ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് കളഞ്ഞ എന്റെ അങ്ങനെയല്ല സിദ്ദിഖ് എന്താ പറഞ്ഞു. സിദ്ദിഖ് പറഞ്ഞു നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്ന്. അതിന്റെ കൂടെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരുടെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എന്നെയും ജോണി പോലത്തെ ജോണിച്ചേട്ടനെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ ഞാൻ അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. നീ നമ്മുടെ കൂടെ കുറെ പടത്തിന് വിളിക്കുന്നില്ല. അല്ല, പിന്നെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഈ പ്രോസസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ എത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചത് അത് പറഞ്ഞിട്ട് പോവുക, അതിനപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഈ സീനിൽ എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം, ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെ കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ തന്നെ അപ്പുറം. എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ. അടുത്തതായി പറയേണ്ടത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി, ഈ സിനിമയുടെ നിർമ്മാതാവ്. ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഈ പടത്തിന്റെ പ്രൊമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദുവിനോട് ചോദിച്ചു, ഈ പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നും ഇല്ല. അപ്പം ദിലീപേട്ടൻ പറഞ്ഞു പ്രൊമോഷൻ ഒന്നും വേണ്ട, ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട, സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാൽ മതി എന്നൊക്കെ. അങ്ങനെ എന്നോട് പറഞ്ഞേ, അതൊന്നും വേണ്ട. അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് സ്റ്റീഫൻ തന്നെ ബുദ്ധി രാക്ഷസിനെ തിരിച്ചറിയണം. അതാണ് പറയാൻ പോണത്. കാരണം പ്രൊമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക്, ദിലീപേട്ട സിനിമയ്ക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ
ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ദിലീപേട്ടൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൻ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം, ഇതിനെ റീച്ച് വരുത്തും, എങ്ങനെ ഇതിനെ എത്തിക്കാം, മാർക്കറ്റിംഗ് സിംഹം. അങ്ങനെ ഒരു കള്ളക്കഥ നിലയാണ് പുള്ളി. അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിന് മുന്നേ ഉള്ള ഒരു മീറ്റില്, മീഡിയന്റെ മീറ്റില് ലോഞ്ച്, ട്രെയിലർ ടീസർ ലോഞ്ച്, മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു കമന്റ്, ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഹൈദരലി അല്ല, അച്ഛൻ സ്ഥാനത്ത് കാണുന്ന ഹൈദരലി എന്നെ വിളിച്ചു ചോദിക്കുന്നു. എടാ നിങ്ങൾ തെറ്റാണ്, മാലപ്പടക്കം തിരികൊളുത്തി, സ്വാഭാവികമായിട്ട് പടക്കം മാല. അങ്ങനെ ഞാൻ ഭയന്നു, ഞാൻ പേടിച്ചു. ഹൈദരലി വിളിക്കും, രാത്രി എത്ര വിളിച്ചു, രാത്രി 4 ഞാൻ തുരുതുരാ വിളി. ഞാൻ പറഞ്ഞു ഹൈദർക്ക ഒരിക്കലും അങ്ങനെ ആവാൻ പറയില്ല. അല്ലല്ല ഇത് അങ്ങനെയല്ല, ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ ലാപ്ടോപ്പ് വെച്ചിരിക്കുക സാധനം. അത് തോണാവാത്ത ലാപ്ടോപ്പ്, അതിന് ഡിസ്പ്ലേ ലൈറ്റ് വർക്കാവാത്ത ലാപ്ടോപ്പ് വെച്ചിട്ട് അതിനെ വെച്ചിരിക്കുക. ഞാനിത് സ്റ്റോർ ചെയ്ത് തുടങ്ങി, ഞാൻ രാത്രി ഇതാന്ന് പറയുന്നത് ഞാൻ എന്റെ പേരും വെച്ചിട്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം എല്ലാം ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു. അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരും അല്ലാതെ ഞാനാണ്. ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട്. എനിക്ക് പ്രശ്നമില്ല കേട്ടോ, കഴിഞ്ഞല്ലോ, വേറെ ആരുമില്ല. അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗം. കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ കടമയാണല്ലോ. അദ്ദേഹം ആ കടമ നിർവഹിച്ചു. കൃത്യമായി എന്തിന് BBC അടക്കം, ABC ഒഴിച്ച് BBC അടക്കം എവിടെയോ എത്തി അതിന്റെ ഒരു. അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്തിലാണെന്നും നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരലി ഉൾപ്പെടെ പലരും ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പൊ പറഞ്ഞു വന്നത് ഈ സിനിമ ബിന്ദു ഹാരിസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇന്റർവ്യൂല് ഒരു ഇതിനകത്ത് കേട്ട കാര്യം വെച്ചാൽ ലിസ്റ്റിനില്ലെങ്കിൽ ഈ സിനിമയില്ല. കാരണം മാജിക് ഫ്രെയിംസ്, ഞാൻ എനിക്കൊരു 10-12 വർഷത്തെ പരിചയമാണ് അളിയനുമായിട്ട്. 2014 ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും. ഞാൻ അപ്പൊ അച്ഛൻ്റെ സിനിമയാണ് ട്രാഫിക്. അപ്പൊ ആരാണ് ലിസ്റ്റിൻ? പേര് തന്നെ ഉണ്ട് ഒരു ഗുമ്മ്, പേരിലാണ് പകുതി. അപ്പൊ പേര് എവിടെയോ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫ് എന്ന് പറഞ്ഞ അച്ഛന്റെ വായിൽ നിന്നാണ്. മലയാള സിനിമയിൽ ഇത്രയും വർഷം, 15 വർഷത്തോളം ഇങ്ങനൊരു ബാനർ, എത്രയും ഒരു ഡസനോളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു. പുതിയ എന്താ പറയണ്ടത് തിയേറ്ററുകൾ, സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ. അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ്, കാരണം ലിസ്റ്റിൻ ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ലിസ്റ്റിൻ സ്റ്റീഫിന് വലിയൊരു കൈയടിയാവാം എന്ന് എനിക്ക് തോന്നുന്നു. പറയേണ്ടതൊക്കെ പറഞ്ഞു ഒക്കെ അടിച്ചിട്ടുണ്ട്. അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചുമാണ്. കാരണം ഈ കഥ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ